മൊയ്തുട്ടിക്ക മുതൽ സീനിയർ മോസ്റ്റ് ആയിട്ട് ഈ കൂട്ടത്തിൽ ഒരുപക്ഷെ വന്നവരിൽ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മൊയ്തുട്ടിക്ക മുതൽ ഒരുപക്ഷെ എനിക്കറിയാത്ത ഒരു അപരിചിതൻ, ഇന്ന് മാത്രം കുടിക്കാത്ത ഒരാൾ, അല്ലെങ്കിൽ ഇന്നലെ തൊട്ട് കുടിക്കാത്ത ഒരാൾ വരെയുള്ള ഒരു കൂട്ടായ്മയായിരിക്കും ഇത് എന്നുള്ളത് എനിക്കറിയാം. ഞാൻ പുനർപതനത്തെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മൊയ്തുട്ടിക്ക പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഞാൻ ഏറ്റവും അധികം സംസാരിച്ചതും സംസാരിക്കുമ്പോഴൊക്കെയും ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് പുനർപതനം. ഞാൻ തന്നെ പുനർപതനത്തെ പല കാഴ്ചകളിലൂടെ, പല വീക്ഷണകോണിലൂടെ കണ്ടിട്ടുണ്ട്, കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പല തലങ്ങളിൽ നിന്നുകൊണ്ട് പുനർപതനത്തെ അപഗ്രഥിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഈയിടെ എത്തിയ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ, മനസ്സെത്തിയ തീരുമാനം, ആൽക്കഹോളിക്സ് അനോണിമസിനെ ആരാണ് ഉണ്ടാക്കിയത്, ഏത് സാഹചര്യമാണ് ഉണ്ടാക്കിയത് എന്ന് ഞാൻ തന്നെ ചോദിക്കുമ്പോൾ അതിന് കിട്ടിയ ഉത്തരം വേറെ ഒന്നുമല്ല, റിലാപ്സ്, മനുഷ്യരുടെ റിലാപ്സ് അഥവാ പുനർപതനം എന്നുള്ളതാണ്. പുനർപതനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ടാകുമായിരുന്നില്ല. പുനർപതനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആൽക്കഹോളിക് ഇല്ല. പുനർപതനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ലോകത്ത് സോഷ്യൽ ഡ്രിങ്കേഴ്സ് മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. പുനർപതനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആൽക്കഹോളിസം എന്ന രോഗമില്ല. പുനർപതനം ഉണ്ടായിരുന്നില്ലെങ്കിൽ തീർച്ചയായും മദ്യത്തിന്റെ വിപത്തുകൾ ഇത്ര ശക്തിയും തീവ്രതയോടും കൂടി ഭൂലോകം വരിഞ്ഞു മുറുക്കുകയുമില്ലായിരുന്നു. ഇതുകൊണ്ടൊക്കെയാണല്ലോ അമിത മദ്യാസക്തരുണ്ടായത്. മദ്യപിക്കുന്നതിന്റെ മേൽ നിയന്ത്രണം സാധിക്കുന്നവരാണ് ഉണ്ടാകുന്നതെങ്കിൽ യാതൊരു സംശയവുമില്ല, പുനർപതനമില്ല. പുനർപതനം എന്നുള്ളതാണ് സത്യത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് നയിച്ചിട്ടുള്ളത്. എയുടെ ചരിത്രത്തിലെ ഒരു അതിമനോഹരമായ മുഹൂർത്തമാണ് അമേരിക്കയിൽ നിന്ന് ഒരു വലിയ കച്ചവടക്കാരൻ കുടി നിർത്തുന്നതിന് വേണ്ടി കാൾയൂങ് എന്ന് പറയുന്ന അന്ന് അദ്ദേഹം ഓസ്ട്രിയയിലായിരുന്നു, ചികിത്സകന്റെ അടുത്ത് പോകുന്നത്. അദ്ദേഹം പറഞ്ഞ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഈ അമിത മദ്യാസക്തൻ മുന്നോട്ടു പോകാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും കുടിച്ചു, പുനർപതനമുണ്ടായി. അദ്ദേഹം തിരിച്ചു വന്നു. അത് പലവട്ടം ആവർത്തിച്ചപ്പോൾ കാളിയുങ് പറഞ്ഞു, വൈദ്യശാസ്ത്രം നിങ്ങളുടെ മുന്നിൽ തോറ്റിരിക്കുന്നു, വൈദ്യശാസ്ത്രത്തിന് ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭരായ 5 മനഃശാസ്ത്രജ്ഞരെ എടുക്കുകയാണെങ്കിൽ അതിലൊന്നാണ് സൈക്യാട്രിസ്റ്റ് കൂടിയായിട്ടുള്ള കാളിയുങ് എന്ന് ആലോചിക്കണം. അദ്ദേഹം വ്യക്തമായും പ്രസ്താവിച്ചു, നിങ്ങൾക്ക് അമിത മദ്യാസക്തിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ ഒരു പുതിയ ജീവിത രീതി അഥവാ പുതിയ മതം ഉണ്ടാകണമെന്നുള്ളത്. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് വന്നത് പുനർപതനത്തിൽ നിന്നല്ലേ? അദ്ദേഹം പിന്നീട് തിരിച്ചുപോയി, അദ്ദേഹം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫൗണ്ടർ ആയില്ലെങ്കിലും ഫൗണ്ടേഴ്സിന് വെളിച്ചം കൊടുത്തു. ബില്ലിനും ബോബിനും വെളിച്ചം കൊടുത്തത് ഈ അമേരിക്കൻ കച്ചവടക്കാരനാണ്. അയാളുടെ ചരിത്രത്തിൽ നമ്മൾ പേര് വിളിച്ച് പറയാറില്ല. എക്ക് വേണ്ടി അദ്ദേഹം ഒരു നിമിത്തമായി എന്ന് മാത്രം. നിമിത്തമായത് എന്തുകൊണ്ട്? പുനർപതനം കൊണ്ട്. ഒരു ക്രിസ്തുമസ് രാത്രിയിൽ നമ്മളുടെ ഫൗണ്ടേഴ്സിൽ ഒരാള്, എയുടെ ഉപജ്ഞാതാക്കളിൽ ഒരാള് കിടന്ന് കരയുമായിരുന്നു. ദൈവം എന്നൊന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നിൽ വാ, എന്നെ ഈ കുടിയൊന്ന് നിർത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം കുടിച്ചിട്ടില്ല. ദൈവമല്ല, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വഴിയിൽ അദ്ദേഹം എത്തിയത് കൊണ്ട്. ബില്ലിന്റെയും ബോബിന്റെയും കഥ മറ്റൊന്നല്ല. ഇവിടെ ഞാൻ എത്രയോ ആൽക്കഹോളിക്കുകളെ കണ്ടിട്ടുണ്ട്. അവരെ സങ്കടപ്പെടുത്തുന്നത്, അവരുടെ കുടുംബത്തെ തീവ്ര ദുഃഖങ്ങളിലേക്ക് നയിക്കുന്നത് പുനർപതനമാണ്. പുനർപതനം ഇല്ലായിരുന്നെങ്കിൽ, ഈ അടുത്ത കാലത്ത് എന്നോട് ഒരു തമാശയിൽ ഒരു അമിതമദ്യാസക്തൻ അഥവാ ആൽക്കഹോളിക്സ് അനോണിമസിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ പറഞ്ഞു, പുനർപതനം ഇല്ലായിരുന്നെങ്കിൽ നല്ല സുഖമായിരുന്നു, അല്പം മദ്യപിച്ചുകൊണ്ട് സുഖമായി കഴിയാമായിരുന്നു എന്നുള്ളത്. സോഷ്യൽ ഡ്രിങ്കേഴ്സിനെ കണ്ട്, സമൂഹ മദ്യപാനികളെ കണ്ട്, എപ്പോഴെങ്കിലും കുടിക്കുന്ന ആളുകളെ കൊണ്ട് അതുപോലെ ഇനി എനിക്ക് ആകാൻ സാധിക്കുമെന്ന് ഒരു ആൽക്കഹോളിക് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മൂഢസ്വർഗത്തിലാണ്. കാരണം അത് പലതവണ നടത്തുകയും
എളുപ്പമാണ് നിർത്തുക എന്നുള്ളത്. പക്ഷെ നിർത്തുന്നത് നിലനിർത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞവളാണ് അമിത മദ്യപാനാസക്തൻ ആസക്ത. അതുകൊണ്ട് തന്നെയാണ് വില്ലൻ മറ്റാരുമല്ല, റിലാപ്സ് ആണ്. നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്നത് റിലാപ്സ് ആണ്. നമ്മുടെ എല്ലാ പ്ലാനും ആസൂത്രണങ്ങളും നശിപ്പിക്കുന്നത് പുനർപതനമാണ്. ഒരു ആൽക്കഹോളിക്കിന്റെ ജീവിതത്തെ ദുരന്തപൂർണമാക്കുന്നത് അടിക്കടി നടക്കുന്ന പുനർപതനമാണ്. ആൽക്കഹോളിക്കിന്റെ കുടുംബത്തെ ഏറ്റവും തീവ്രതരമായ ദുഃഖങ്ങളിലേക്ക് താഴ്ത്തിക്കെട്ടുന്നത് കയങ്ങളിലെന്ന പോലെ, ഗർത്തങ്ങളിലെന്ന പോലെ പതിക്കുന്നതിന് കാരണമാകുന്നത് പ്രിയപ്പെട്ടവരുടെ പുനർപതനമാണ്. സംഭവം ലളിതമാണ്. പുനർപതനം ഒഴിവാക്കാൻ സാധിക്കുകയാണെങ്കിൽ അമിതമദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നു. അമിതമദ്യാസക്തി എന്നുള്ളത് എക്കാലവും നിലനിൽക്കുന്ന ഒന്നാണ് ഒരു ആൽക്കഹോളിക്കിന് എന്നുള്ളത് കൊണ്ട് അത് നിലനിർത്തുക, സുബോധാവസ്ഥ നിലനിർത്തുക എന്നുള്ളത് ഏറെ പ്രയാസകരവുമായ കാര്യമാണ്. ഞാൻ പലവട്ടം ആവർത്തിച്ചിട്ടുള്ള ഒരു വാക്കുണ്ട്, വൈദ്യശാസ്ത്രം തോറ്റിടത്താണ് ആൽക്കഹോളിക്സ് അനോണിമസ് വിജയക്കൊടി പറപ്പിക്കുന്നത് എന്നുള്ളത്. ലോക ചരിത്രത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം മറ്റൊന്നല്ല തെളിയിക്കുന്നത്. ഒരു പ്രതീക്ഷയുമില്ലാത്തിടത്ത് ഒരു പുൽത്തുമ്പാകുകയാണ്. മുങ്ങിച്ചാകുന്നവന് ഒരു പുൽത്തുമ്പ് കിട്ടുന്നത് പോലെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. പ്രതീക്ഷയുടെ വക നൽകുന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. പുനർപതനത്തിന്റെ തീവ്ര വേദനയിൽ കാൾ യൂങ്ങിനോട് അയാൾ ചോദിച്ചത് മറ്റൊന്നല്ല, ഈ പുനർപതനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ലേ ഡോക്ടർ എന്നാണ്. ഉണ്ട്, നിനക്കൊരു ജീവിതശൈലി, നിനക്കൊരു മതം കിട്ടിയെങ്കിൽ എന്നുള്ളത്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമ്മുടെ വ്യവസ്ഥാപനവൽക്കരിക്കപ്പെട്ട മതങ്ങളല്ല, ഇവിടെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതങ്ങളുടെ എണ്ണം കൂടുതലാണ്, മതസംഘടനകളുടെ എണ്ണം അതിലും ഭീകരമാണ്. അതല്ല, അതിനപ്പുറത്തേക്ക് താൻ കണ്ടെത്തുന്ന ദൈവത്തെ അഭിമുഖീകരിക്കുകയും ദൈവത്തിന് മുന്നിൽ കീഴടങ്ങുകയും ആ ദൈവത്തിന് മുന്നിൽ സകലതും സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസ പ്രമാണമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പ്രതിനിധാനം ചെയ്യുന്നത്. ഞാൻ കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട്, എന്താണ് പുനർപതനം? യാതൊരു സംശയവുമില്ല, അമിതമദ്യാസക്തർ മദ്യാസക്തിയുടെ ആദ്യഘട്ടത്തിൽ അനുഭവിച്ചിട്ടുണ്ടാകുമെങ്കിലും സോഷ്യൽ ഡ്രിങ്കർ, സമൂഹ മദ്യപാനി എന്നുള്ള ഘട്ടങ്ങളിൽ പുനർപതനം ഒരു വിഷയമല്ല. കാരണം അന്ന് വീണ്ടും കുടിക്കുക എന്നുള്ളത് ഒരു ആഹ്ലാദമാണ്. ഇവിടെ ഏതൊരു ആൽക്കഹോളിക്കും തനിക്ക് നിയന്ത്രിച്ചു കുടിക്കാൻ സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് മദ്യപിക്കുന്നത്. ഒരാളും ഞാൻ ഇന്ന് മദ്യത്തിന് കീഴടങ്ങും, ഇന്ന് മദ്യപിക്കാൻ തുടങ്ങുന്നു എന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് കുടിക്കാൻ ഒരാളുമില്ല. മറിച്ച് കുടിച്ച് മെല്ലെ കുടിച്ച് കുടി നിർത്താൻ പറ്റാതെ വരുന്ന ഒന്നാണ് ആൽക്കഹോളിസം എന്ന് പറയുന്ന രോഗം. ഈ രോഗത്തിന് ചികിത്സയില്ല. ഈ രോഗത്തിന് ചികിത്സ ഇല്ലാതാകുന്നത് കൊണ്ട് റിലാപ്സ് തടയാൻ ഒരു മാർഗവുമില്ല എന്നുള്ളത് കൊണ്ടാണ്. യു ക്യാൻ കൺട്രോൾ ഓവർ ദ വിത്ഡ്രോവൽ സിംറ്റംസ്. പിന്മാറ്റ അസ്വാസ്ഥ്യങ്ങളെ നിയന്ത്രിക്കാൻ മരുന്നുണ്ട്. പ്രത്യാഘാതങ്ങളെ കുറെയൊക്കെ ലഘൂകരിക്കുവാനുള്ള ചികിത്സയോ കൗൺസിലിങ്ങോ ഉണ്ട്. ഒരു മദ്യപാനിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ തലങ്ങളെയാണ് അമിതമദ്യാസക്തി ബാധിക്കുന്നത്. ശാരീരികമായ പ്രത്യാഘാതങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയും. വിഡ്രോവൽ സിംറ്റംസ് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ലെങ്കിൽ തന്നെയും, അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ലെങ്കിൽ തന്നെയും പിന്മാറ്റ അസ്വാസ്ഥ്യങ്ങളെ ഒരുവിധം നിയന്ത്രിക്കാനും സാധിച്ചേക്കും. സാധാരണ നമ്മൾ ചികിത്സാ കേന്ദ്രങ്ങളിലുള്ളവർക്കും അമിതമദ്യാസക്തരായിരിക്കുന്ന ആളുകൾക്കും അറിയാവുന്നതാണ്, പരമാവധി ഒരാഴ്ച കൊണ്ട് വിത്ഡ്രോവൽ സിംറ്റംസിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അപൂർവ ആളുകൾക്ക് ഞാൻ ഒരാഴ്ചയിൽ അപ്പുറത്തേക്ക് അത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ രോഗം എന്ന് പറയുന്നത് കുടിക്കുന്ന ഒരാൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് നിർത്താൻ പാടുപെടുകയും കുടിയുടെ പ്രത്യാഘാതങ്ങൾ കുടുംബത്തിലും ജീവിതത്തിലും സ്വന്തം വ്യക്തിത്വത്തിലും ഒക്കെയും തന്നെയും താറുമാറാക്കുന്ന വിധത്തിൽ സ്വാധീനം ചെലുത്തുകയും
ഇടയ്ക്കിടെ കുടി നിർത്തുകയും നിർത്തുന്നത് വീണ്ടും പുനർപതനത്തിൽ എത്തിച്ചേരുകയും വീണ്ടും കുടിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളാണ് അമിത മദ്യാസക്ത. ഒരൊറ്റ ശ്വാസത്തിൽ അല്പം നീട്ടിയ ഒരു ജീവിതത്തെ ഞാൻ ഒറ്റ വാചകത്തിലാക്കിയതാണ്. കടുത്ത വേദനകൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തെയാണ് ഞാൻ ഒരൊറ്റ വാചകത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ആ വേദനയുടെ ആഴങ്ങൾ മറ്റൊരാൾക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാൻ സാധിക്കാത്ത തരത്തിലുള്ളതാണ് താനും. കാരണം ആരും അമിത മദ്യാസക്തനാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസമെങ്കിലും മദ്യപിക്കാത്ത ആളും 27 കൊല്ലവും ഏതാനും ദിവസങ്ങളുമായി മദ്യപിക്കാത്ത മുതിർന്ന പൗരനും ഇരിക്കുന്ന ഈ വേദിയിൽ വെച്ച് എനിക്ക് പറയാൻ സാധിക്കും, സുബോധാവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ കൈക്കീഴിൽ ലഭ്യമാകാൻ പുനർപതനത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ്. മനസ്സുകൊണ്ട് പലവട്ടം നിർത്തുന്നു, ശരീരം കൊണ്ട് ചിലപ്പോൾ നിർത്തുന്നു, വീണ്ടും മദ്യപിക്കുന്നു. ഇയാളാണല്ലോ ആൽക്കഹോളിസം. മനസ്സുകൊണ്ട് പലവട്ടം നിർത്താത്ത ആരാണ് അമിത മദ്യാസക്തിയോ ആയിട്ടുള്ളത്? ശരീരം കൊണ്ട് ചിലപ്പോൾ നിർത്താൻ സഹായിക്കുന്ന തരത്തിലെത്തിയിട്ടുമുണ്ട്, എന്നാൽ വീണ്ടും കുടിക്കുന്നു. ഈ വീണ്ടും കുടിക്കുന്നു എന്ന് പറയുന്നത് ആള് തന്നെയാണ് അമിത മദ്യാസക്തി. എങ്ങനെ വീണ്ടും കുടിക്കുന്നത്? വീണ്ടും കുടിക്കുന്നത് ഒരു സുപ്രഭാതങ്ങളെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആലോചിച്ച് 13 കൊല്ലത്തോളം ആലോചിച്ച് കുടി നിർത്തിക്കഴിഞ്ഞതിന് ശേഷം ഏകദേശം 13 കൊല്ലത്തിൽ കുടിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് കുടിക്കാൻ പോയിട്ടുള്ള ആളുമുണ്ട്, കുടിച്ചിട്ടുള്ള ആളുമുണ്ട്. ഇത് പറയാൻ എളുപ്പമാണ്, കുടി നിർത്തിക്കളാ എന്ന് പറയാൻ എളുപ്പമാണ്. കുടിയനോട് അത് പറയുന്നവരാണ് ഒട്ടുമുക്കാലും ആളുകൾ. പക്ഷേ കുടി നിർത്തുക എന്ന് പറയുന്നത് പ്രയാസകരമാണ് താനും. എന്തുകൊണ്ട്? ഞാൻ ഏറ്റവും ചുരുക്കം വാചുകളിൽ പറയാം. ഒന്ന്, അത് ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്ന ഒരു അസുഖമാണ്. 2, ലൈഫ് ലോങ് ഡിസീസാണ്. പറയേണ്ട ആവശ്യമില്ല, ഒറ്റ വാചകം മതി. ആസക്തി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനം വരെയും നിലകൊള്ളുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്ന ഒരു രോഗമാണ്, നിത്യരോഗമാണ്. 2, അത് നമ്മുടെ വ്യവഹാരത്തെ ബാധിക്കുന്നു, നമ്മുടെ പെരുമാറ്റത്തെ ബാധിക്കുന്നു, പെരുമാറ്റത്തെ താറുമാറാക്കുന്നു. 3, സാമൂഹിക ബന്ധങ്ങളെ ബാധിക്കുന്നു, കുടുംബ ബന്ധത്തെ ബാധിക്കുന്നു, അയൽപക്ക ബന്ധത്തെ ബാധിക്കുന്നു, തൊഴിൽ ബന്ധങ്ങളെ ബാധിക്കുന്നു. 4, നമ്മുടെ വൈകാരികാവസ്ഥയെ ബാധിക്കുന്നു. നമ്മുടെ വൈകാരികാവസ്ഥയ്ക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണമില്ലാത്തുള്ളതായി തീരുന്നു. 5, ഒരു പെർഫെക്റ്റ് ട്രീറ്റ്മെന്റും ഇന്നേ വരെ ഇതിന് കണ്ടെത്തിയിട്ടില്ല. 6, റിലാപ്സ് ഉണ്ടാകുന്നു. ഈ റിലാപ്സ് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രോഗം ഭീകരമായിട്ട് കണക്കാക്കുന്നത്. നമുക്കിന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് വൈദ്യശാസ്ത്ര ചികിത്സ കൊണ്ട് മാത്രം സാധ്യമല്ല, കൗൺസിലിംഗ് കൊണ്ട് മാത്രം ചിലപ്പോൾ സാധ്യമല്ല. വൈദ്യശാസ്ത്രവും കൗൺസിലിംഗും ആൽക്കഹോളിക്സ് അനോണിമസും കൂടുമ്പോൾ ചിലർക്ക് സാധ്യമാകുന്നു, ചിലർക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് മാത്രം കാരണമാകുന്നു എന്നുള്ളത് കൊണ്ട് ഇതിനൊരു ഒറ്റ ഫോർമുല പറയാനൊന്നുമില്ല. പിന്മാറ്റ അസ്വാസ്ഥ്യങ്ങൾക്ക് വൈദ്യശാസ്ത്രത്തിന്റെ സഹായം വേണ്ടതുണ്ട്. ഇവിടെ മാറ്റിമറിക്കൽ എന്ന് പറയുന്നത് മനസ്സിന്റെ മാറ്റിമറിക്കലാണ്, മൈൻഡ് സെറ്റിന്റെ മാറ്റിമറിക്കലാണ്, ഇന്നർ സെൽഫിന്റെ മാറ്റിമറിക്കലാണ്, വ്യക്തിത്വത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റമാണ്. ഈ അകത്തളങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിൽ നിന്നാണ് റിലാപ്സ് ഇല്ലാതായി തീരുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ഹൗ കൻ യു കൺട്രോൾ ദ ടെംപ്റ്റേഷൻ? യു ഹാവ് ടു ബ്ലോക്ക് യുവർ റിലാപ്സ്. നിങ്ങൾ നിങ്ങളുടെ പുനർപതനത്തെ തടയുന്നുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആസക്തിയെ നിയന്ത്രിക്കുവാൻ സാധിക്കുമെന്നുള്ളത്. ഇവിടെയാണ് ഒരു പുതിയ ജീവിതം ആവശ്യമുണ്ട്. ഒരു പുതിയ തരത്തിലുള്ള റീഇന്റഗ്രേഷൻ, നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഉദ്ഗ്രഥനം അല്ലെങ്കിൽ പുനർക്രമീകരണം, അതായിരിക്കും നല്ല വാക്ക്. ഒരു പുനർക്രമീകരണം വേണ്ടതുണ്ട്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്, സാമാന്യം സാമ്പത്തികമായി ഉന്നത തലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാൾ മദ്യപാനത്തിന് കീഴ്പ്പെട്ട് അമിത മദ്യാസക്തനായി ജീവിതത്തിലെ ദുരന്തങ്ങളൊക്കെയും ഉണ്ടായി അതിൽ നിന്ന് മുക്തി നേടിയപ്പോൾ താൻ പഴയ ജോലി തന്നെ ചെയ്യണമോ എന്നുള്ളൊരു ചോദ്യവുമായി ഒരാൾ കൗൺസിലിങ്ങിന് വന്നു. അയാൾ തന്നെ ഉത്തരം കണ്ടെത്തി, എന്നെ അമിത മദ്യാസക്തനാകുന്നതിലേറെ നിർണയം നടത്തിയിട്ടുള്ള ഒന്നാണ് എന്റെ ജോലി. ഈ ജോലി ഞാൻ ഇന്ന് ഏറ്റെടുക്കുവാൻ പ്രാപ്തനായിട്ടില്ല എന്നുള്ളത്.
27 കൊല്ലങ്ങൾക്ക് ശേഷവും ആ പ്രാപ്തി വന്നിട്ടില്ല എന്ന് തിരിച്ചറിവിൽ നിന്നാണ് മൊയ്തുട്ടിക്ക ഇന്നും സോബറിറ്റി നിലനിർത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരു നീഡ്, ആ റീഇന്റഗ്രേഷൻ, ഒരു സ്വാർത്ഥതയുമില്ലാതെ, ഒരു വൈരാഗ്യവുമില്ലാതെ, അമിതമായ മോഹങ്ങളില്ലാതെ ജീവിതത്തെ പുനഃക്രമീകരണം നടത്തുക, റീകൺസ്ട്രക്ഷൻ, റീഇന്റഗ്രേഷൻ എന്നൊക്കെ പറയുന്ന തരത്തിൽ. അപ്പം സ്വാഭാവികമായിട്ടും പുതിയൊരു സ്ട്രാറ്റജി ഉണ്ടാവും, പുതിയൊരു തന്ത്രം ഉണ്ടാവും. ആ പുതിയ തന്ത്രത്തിൽ നിന്നാണ് ഏത് തരത്തിലുള്ള ഉപകരണങ്ങളാണ്, ഏത് തരത്തിലുള്ള ജീവിത രീതിയാണ് നമ്മൾക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കാൻ കഴിയുക. ആ ടൂൾസ് കിട്ടിക്കഴിഞ്ഞാൽ, എഴുതാനുള്ള പേന കിട്ടിക്കഴിഞ്ഞാൽ എഴുതാൻ നമുക്ക് സാധിക്കും, കടലാസും ഉണ്ടെങ്കിൽ. അത് ടൂൾസ് ആണ്. അതുപോലെ തന്നെയാണ് പുതിയ ജീവിതം ഉണ്ടാക്കിയെടുക്കണം, അതിന് വ്യക്തിത്വത്തെ പുനഃക്രമീകരണം നടത്തണം, അതിന് പുതിയൊരു കാഴ്ചപ്പാടും തന്ത്രവും ഉണ്ടാക്കണം. ആ തന്ത്രങ്ങളിൽ നിന്നും പുതിയ കാഴ്ചപ്പാടിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഉപകരണങ്ങളാണ് അമിത മദ്യാസക്തിനെ പുനർപതനം തടയുന്നതിന് കാരണമായി തീരുന്നത്. പുനർപതനം തടയാൻ പൊതുമാർഗങ്ങളൊന്നുമില്ല. എല്ലാവർക്കും കൂടെ നമ്മുടെ അലോപ്പതിക് മെഡിസിൻ കൊടുക്കുന്നത് പോലെ ഒരു സുക്കടാണെങ്കിൽ ആ സുക്കടിന് ഇന്ന മെഡിസിൻ, അങ്ങനെയല്ല പുനർപതനത്തിനുള്ളത്. കൗൺസിലിങ്ങിന്റെ പ്രത്യേകത അതെയാണ്. ഒരാൾ മദ്യപാനത്തിന് കീഴടങ്ങി പുനർപതനം നടത്തുന്നതിന് തുല്യമല്ല അതേ കൊല്ലം മദ്യപാനം, അത്ര കൊല്ലം മദ്യപിക്കുകയും അതേ കൊല്ലം മദ്യം നിർത്തുകയും ചെയ്യുന്ന ഒരാളാണ്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ 25 കൊല്ലം മദ്യപിച്ചിട്ടുള്ള 2 പേർക്ക് 2 തരത്തിലാണ് പുനർപതനത്തിന്റെ സാധ്യതകൾ ഉണ്ടാകുന്നു എന്നുള്ളത്. പുനർപതനം വൈയക്തികമാണ്, വ്യക്തിപരമാണ്. പുനർപതനം സാമൂഹികമായ ചുറ്റുപാടുകളോട് ബന്ധപ്പെട്ടു നിൽക്കുന്നതാണ്. ഒരാളിന്റെ സാമൂഹികാവസ്ഥ അയാളിന്റെ പുനർപതനത്തോട് അദൃശ്യമായ തലങ്ങളിൽ നേരിട്ട് കാണാൻ സാധിക്കും. ഒരാളിന്റെ കുടുംബാവസ്ഥ, ഒരാളിന്റെ സാമ്പത്തികാവസ്ഥ, ഒരാളിന്റെ വ്യക്തിത്വത്തിന്റെ ഘടകങ്ങളിൽ ഒരാളിന്റെ ദൗർബല്യങ്ങൾ, ഒരാളിന്റെ ശക്തി, ഇതൊക്കെയും തന്നെയും പുനർപതനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് 2 പേർ ഒരേ ദിവസം മദ്യം നിർത്തി, ഒരാൾ 10 കൊല്ലം കഴിഞ്ഞ് കുടിച്ചിട്ടില്ല, ഒരാൾ അതിനിടക്ക് 10 തവണ കുടി നിർത്തി എന്നുള്ളതാണെങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. 10 കൊല്ലം കുടിച്ച ഒരു മനുഷ്യൻ 10 കൊല്ലക്കാലം അമിത മദ്യാസക്തിയിൽ നിന്ന് പിടിച്ചു നിൽക്കുന്നു. വേറൊരാൾ ആ 10 കൊല്ലത്തിനിടക്ക് 10 തവണ കുടിച്ചിരിക്കുന്നു. സാധ്യതയുണ്ട്. ആ 10 കൊല്ലത്തിനിടക്ക് 100 തവണ കുടിച്ചിരിക്കുവാനുള്ള സാധ്യതയുമുള്ളവരുമുണ്ട്. ഇതാണ് അമിത മദ്യാസക്തിയുടെ മറിമായം. ഇതാണ് അമിത മദ്യാസക്തിയുടെ അതിരഹസ്യം, അതീവ രഹസ്യം. ഇതാണ് അമിത മദ്യാസക്തിയുടെ ഭീകര ദൃശ്യം. ഇവിടെയാണ് എന്തൊക്കെയാണ് നമ്മൾ പുനർപതനം ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടത്. ഒരാളും ഒരു സുപ്രഭാതത്തിൽ മദ്യപിക്കുന്നില്ല എന്ന്, വീണ്ടും മദ്യപിക്കുന്നില്ല എന്നുള്ളത് ഞാൻ വിനയത്തോടെ പറഞ്ഞല്ലോ, സത്യമാണത്. അയാളിന്റെ മനസ്സിൽ ചില കലഹങ്ങൾ നടക്കുന്നുണ്ട്. അയാളിന്റെ ആന്തരിക തലങ്ങളിൽ മദ്യപിക്കുവാനുള്ള ഒരു കൂട്ടങ്ങൾ നടത്തുന്നുണ്ട്. ഒട്ടുമുക്കാലും ആളുകൾ അത് അറിയുന്നില്ല എന്ന് മാത്രം. ആ മറ്റുള്ള ആളുകളെ അറിയിക്കാത്ത, മറ്റുള്ള ആളുകളുടെ കണ്ണിൽ, അറിവിൽ നൽകുവാൻ സാധിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ നടക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് വിവശനും ദുഃഖിതനുമാകുന്ന ഒരാളാണ്, അസ്വസ്ഥനുമാകുന്ന ഒരാളാണ് കുടിച്ചു പോകുന്നത്. കുടിച്ചു പോകാതിരിക്കാൻ എന്ത് വേണം? സിമ്പിളാണ്. ഒരു ജീവിതം വേണം, പുതുജീവിതം വേണം, ശുദ്ധി വേണം, വൃത്തി വേണം, ക്ലീൻ ആയിരിക്കണം. മയക്കുമരുന്നിന് കീഴ്പ്പെട്ട ആളുകൾ സോബറിറ്റിക്ക് പറയുന്നത് ക്ലീൻ ആണ്, ക്ലീൻ ആയിരിക്കണം. അത് മദ്യാസക്തിക്കും പറയാവുന്നതാണ്. അവർ അവരുടെ ജീവിതത്തെ വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി കാണണം. അവർ തന്റെ രോഗത്തെ മനസ്സിലാക്കണം. തീവ്രമായ രോഗമാണെന്നും നിത്യരോഗമാണെന്നും ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്ന രോഗമാണെന്നും മനസ്സിലാക്കണം. ആ രോഗം ഏതു സമയത്തും പുറത്തേക്ക് പണം വിടർത്തിയാടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അത് നേരത്തെ തനിക്ക് കാണാൻ സാധിക്കും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് പുനർപതനത്തെ നിയന്ത്രിക്കുന്നത്. അഥവാ പുനർപതനത്തിന്റെ പച്ചക്കൊടി വീശിക്കാണുമ്പോൾ, ഗ്രീൻ സിഗ്നൽ തരുമ്പോൾ തന്നെ ഞാനീ പോകുന്നത് വീണ്ടും മദ്യപിക്കാനാണ് എന്ന് തിരിച്ചറിയുന്ന ആളിനാണ് മദ്യം നിർത്തിയത് നിലനിർത്തുവാൻ സാധിക്കുന്നത്. ഞാനിതാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ പഴയ പാതയിലേക്കാണല്ലോ, ഞാൻ ഇതാ പാതാളക്കുഴിയിലേക്ക് വീണ്ടും വീണു പോകാൻ പോകുന്നു എന്ന് തിരിച്ചറിയുന്നിടത്താണ്
അമിതമദ്യാസക്തന്റെ പുനർപതനത്തിന് നിർണയമാകുന്നത്. ഞാൻ ഇനി വളരെ ലളിതമായിട്ട് എന്താണ് ഈ പുനർപതനത്തിന് സൂചനകൾ എന്നുള്ളത്, ഡ്രൈ ഡ്രങ്ക് സിംറ്റംസ് എന്നുള്ളത്, DDS, അപായ സൂചനകൾ എന്ന് പറയുന്നത്. അപായ സൂചനകൾ 10-34 ഞാൻ ഒരൊറ്റ ശ്വാസത്തിൽ പറയാറുണ്ട്. കേരളീയരുടെ ചില പൊതു അപായ സൂചനകളുണ്ട്. ഇത് സാംസ്കാരികമായും സാമൂഹികമായും ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. ഞാനതിന്റെ ഓർഡറിലല്ല പറയുന്നത്. പലതും പലർക്കും പല രീതിയിലായിരിക്കും, പക്ഷെ ഇതുണ്ടായിരിക്കും. ഒന്ന്, ജീവിതത്തോട് വെറുപ്പ് തോന്നി തുടങ്ങുക. കുടി നിർത്തി ജീവിതത്തോട് വെറുപ്പ് തോന്നി തുടങ്ങുക. 2, അകാരണമായ ദേഷ്യം തോന്നുക. ഭാര്യയോടായിരിക്കും ഇത് പലപ്പോഴും, മക്കളോടായിരിക്കും ഇത് കാണിക്കുക. 3, തന്റെ ദൈനംദിന ജീവിതചര്യകൾ മുറിഞ്ഞു പോവുക. ജോലിക്ക് പോകുന്ന ആൾ കൃത്യത്തിന് ജോലിക്ക് പോകുന്നില്ല, മടി, അലസത തുടങ്ങിയവ, 4 ദിവസം ലീവ് എടുക്കുക. കുടിച്ചിട്ടില്ല കേട്ടോ, ഇതൊന്നും കുടിച്ചിട്ടില്ല. ആദ്യത്തത് തൊട്ടിട്ടും 3-മത്തത് തൊട്ടിട്ടും കുടിച്ചിട്ടില്ല എന്നുള്ളതാണ്. 4-മത്തത്, തനിക്ക് ഇഷ്ടമില്ലാത്തത് വരുമ്പോൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുക. തനിക്ക് ജോലിയിടങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെ അഗ്രസീവായിട്ട് മാറുന്ന സ്വഭാവത്തിലേക്ക് വരിക. 5, അഹന്ത കൂടുക. ഞാൻ ഇത്ര നാൾ കുടിച്ചിട്ടില്ല, ഇനി കുടിക്കുകയില്ല, പക്ഷെ എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളാണ് എന്നെ ദേഷ്യപ്പെടുത്തുന്നത്, ഞാൻ ഇങ്ങനെ മാറ്റിമറിക്കലിന് കാരണമാകുന്നത് എന്നൊക്കെ പറയുക. ലോകത്തുള്ള എല്ലാവരെയും കുറ്റപ്പെടുത്തുക. വിമർശനാത്മകമായ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള മൈൻഡ് വെച്ച് പുലർത്തുക. ഞാൻ ഈ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആളുകള് ക്രിറ്റിസിസം പറഞ്ഞുകൊണ്ടിരിക്കുകയും എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും സർവ്വതിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതും വൈകാതെ കുടിയിലേക്ക് പോകുന്നതും കണ്ടിട്ടുണ്ട്. അടുത്ത അടയാളം ടണൽ വിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഒബ്സഷൻ, അത് മാത്രം ചെയ്യുക. ചിലപ്പോൾ നല്ല കാര്യങ്ങളുമായിരിക്കും. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, അമിതമദ്യാസക്തനായ ഒരാൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ ഇനി സേവനം ചെയ്യും, ഞാൻ ഇനി കുടി നിർത്തുവാനുള്ള സമരത്തിൽ മുൻപോരാളിയാകും, അതാണ് എന്റെ ജീവിതം. അപ്പോഴൊക്കെ ഞാൻ വളരെ വിനയത്തോടെ പറയും, നമ്മൾ തടി കാക്കണം, നമുക്ക് നിൽക്കണം, നിലനിൽക്കണം, എന്നിട്ടൊക്കെ മതി ഇത് എന്ന് പറയും. ഇല്ല, അയാൾ ഇറങ്ങിയ ഉടനെ തന്നെ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന് ഒരു പള്ളിയിലച്ഛന്റെ, ഖാദിയുടെ, എന്റെയൊക്കെ അവതാരിക വേണമെന്ന് പറഞ്ഞു. ഞാൻ എഴുതി കൊടുത്തു. ഇനി അതുകൊണ്ട് അയാൾ പുനർപതനം ഉണ്ടാകണ്ട എന്നുള്ളത്. പക്ഷെ അത് പുനർപതനത്തിന്റെ ലക്ഷണം തന്നെയായിരുന്നു. അമിത മദ്യാസക്തൻ ലോകത്തുള്ള മദ്യപാന വിപത്തിനെതിരെ 24 മണിക്കൂറും പ്രകടനം നടത്താൻ, പലതരത്തിൽ പ്രകടനം നടത്താൻ തുടങ്ങിയതോടുകൂടി അയാൾ പുനർപതനത്തിൽ എത്തിച്ചേരുകയായിരുന്നു. നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും ചിലർ കച്ചവടത്തിലേക്ക് പോകും. ആ കച്ചവടത്തിലേക്ക് പോയിട്ട് കച്ചവടം 24 മണിക്കൂർ കുടിച്ചിട്ടില്ല. അത് കുടിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഭാര്യക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പം പഴയ സ്വഭാവം. എന്നിട്ട് ഭാര്യ പറയുകയും ചെയ്യുള്ളത്, ഓ ഇത് നിങ്ങൾക്ക് പണ്ട് സാധിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു, നഷ്ടപ്പെട്ടു പോകുമായിരുന്നു ആ പറമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും അങ്ങനെ പറയാൻ തുടങ്ങുന്ന അർത്ഥമുള്ളത്. ഇവിടെ നല്ല കാര്യങ്ങളായാലും ഇനിയിപ്പോ ചീത്ത കാര്യങ്ങൾ, ചീട്ടുകളി തുടങ്ങാം. കുടി നിർത്തി ചീട്ടുകളി, പൈസ വെച്ചിട്ടുള്ള ചീട്ടുകളി, ഭീകരമായ ചീട്ടുകളി, പണം ഉള്ളതൊക്കെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ചീട്ടുകളി. സമാധാനിച്ചോളൂ, അധികകാലം ചീട്ട് കളിക്കാൻ ആളുണ്ടാവില്ല, അയാൾ പോയി കുടിക്കാനാണ് സാധ്യത എന്നുള്ളത് കൊണ്ട്. ഇതാണ് ടണൽ വിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഡ്രൈ ഡ്രങ്ക് സിംറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് പറയാം. 1, അഹങ്കാരം, ദേഷ്യം തുടങ്ങിയിട്ടുള്ളവയാണ്. താൻ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കലാണ് അഹങ്കാരം. താൻ എല്ലാത്തിനും പൂർണ്ണവാനാണെന്ന് വിചാരിക്കലാണ് അഹങ്കാരം. കുടി നിർത്തിക്കഴിഞ്ഞു എല്ലാം തന്റെ കാൽക്കീഴിൽ ഒതുങ്ങി എന്നുള്ളത് വിചാരിക്കുന്നതാണ് അഹങ്കാരം. മലയാളിക്ക് ഇത് കുറച്ച് കൂടുതലാണ്. 2-മത്തത് ദേഷ്യമാണ്. സർവത്തിനോട് ദേഷ്യം തോന്നുന്ന തരത്തിൽ. എന്നിട്ട് നമ്മൾ ചിലപ്പോഴും ഭാര്യ പോയിട്ട് പറഞ്ഞു പോകും, പണ്ടാറടക്കാൻ നിങ്ങൾ 2-മത് കുടിച്ചു, എന്നാലും ഈ ദേഷ്യം ഒന്ന് നിർത്തുക എന്ന് പറഞ്ഞിട്ട് കുടിപ്പിക്കുന്ന തരത്തിൽ ദേഷ്യപ്പെടുത്തുന്ന അർത്ഥമുള്ളത്. ആ ദേഷ്യപ്പെടൽ എന്ന് പറഞ്ഞിരിക്കുന്നത് സകലതിനോടുമാണ് ദേഷ്യപ്പെടൽ. മലയാളിക്ക് ഇത് വളരെ കൂടുതലായിട്ട് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുണ്ട്, ഇയാൾ തന്റെ റിലാപ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. 3-മത്തത് ടണൽ വിഷനാണ്. ചെയ്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക എന്ന് പറയുന്നത്. ചിലപ്പോഴത് സ്വത്ത് സംബന്ധമായ കാര്യമായിരിക്കും, ചിലപ്പോൾ കൃഷിയായിരിക്കും, ചിലപ്പോൾ ദുർമാർഗങ്ങളായിരിക്കും, ദുശ്ശീലങ്ങളായിരിക്കും. സിഗരറ്റ് വലി തുടങ്ങുന്നു എന്നുള്ളത്. ഞാൻ പല ആളുകളോടും സിഗരറ്റ് വലി ഇതിനോടകം ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം എന്ന് ഇപ്പോഴും പറയുന്നതിന്റെ കാര്യം, സിഗരറ്റിന് അഡിക്ഷൻ ഉണ്ട്. സിഗരറ്റ് എന്ന് പറയുന്നത് നാർക്കോട്ടിക് അഡിക്ഷൻ ആണ്.
ആ നാർക്കോട്ടിക് അഡിക്ഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും മാറ്റാതെ അഡിക്ഷന്റെ വിത്ത് അവിടെ പാകത്തിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന ആളാണെങ്കിൽ പുകവലിയും നിർത്തും. അപ്പം ഈ 3 ഘടകങ്ങള്. പിന്നെ വേണ്ടുള്ളത് കള്ളം പറയുക എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ചിട്ട തെറ്റുമാറ് നടക്കുക എന്നുള്ളതാണ്. കള്ളം പറയുന്നത് പലതിനും കള്ളം പറയും. ഒളിച്ചു വെക്കുക, എന്നിട്ട് അതിലേ പോകും ഇതിലേ പോകും, വീട്ടിൽ വന്നിട്ട് അവിടെയാണ് പോയതെന്ന് പറയും എന്ന് പറയുന്നതൊക്കെ കള്ളം പറയുന്നതല്ല. കച്ചവടത്തിൽ കള്ളം പറയാൻ തുടങ്ങും, ഒളിപ്പിച്ചു വെക്കലുകൾ ഉണ്ടാകും. ചിലത് കള്ളാകണമെന്നില്ല, പറയാതിരിക്കലാണ്, പറയാമായിരുന്ന കാര്യങ്ങൾ പറയാതിരിക്കലാണ്. എന്നിട്ട് പിന്നെ അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോ എന്താ അത്ര പറയാനെന്ന് ചോദിക്കലാണ്. ഹൈഡ് ചെയ്യുന്നു, ഒളിപ്പിച്ചു വെക്കുന്നു, എന്നിട്ട് അത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോപിക്കുന്നു എന്ന് പറയുന്നതാണുള്ളത്. ജീവിതത്തിന്റെ ഒരു താളക്രമം തെറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മതി. എല്ലാവരും എന്തെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിൽ 9 മണിക്ക് ജോലിക്ക് പോകുന്ന ആളാണെന്ന് വിചാരിക്കുക. 5 മണിവരെ ജോലി, ചിലപ്പോഴും വൈകുന്നേരം മീറ്റിങ്ങിന് പോകും. അത് കഴിഞ്ഞിട്ട് നഗരത്തിലൊക്കെ ഒന്ന് കറങ്ങി അല്ലെങ്കിൽ കടപ്പുറത്തൊക്കെ ഒന്ന് കറങ്ങി വീട്ടിലേക്ക് വരും. ഇതാണല്ലോ ഒരു ചിട്ട. എന്നിട്ട് മക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, ഭാര്യയോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഈ ചിട്ട ഒരു കാരണവുമില്ലാതെ തെറ്റാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക. ഇന്ന് എനിക്ക് ജോലിക്ക് പോകാൻ ഒരു മടി. ഇത് ഒരു ദിവസത്തല്ല കേട്ടോ. ഒരു ദിവസം മടി പറയുമ്പോൾ ഇനി ഭാര്യമാരൊന്നും പേടിക്കണ്ട, അല്ലെങ്കിൽ നിങ്ങളും പേടിക്കണ്ട. ഇത് ഇടക്കിടക്ക് മടി, ക്രമം തെറ്റാണ്. ജോലി ഉച്ചക്ക് ലീവ് എടുത്തിട്ട് വെറുതെ വന്ന് വീട്ടിൽ കിടന്നുറങ്ങുന്നത്. ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് പൊടിക്കലെത്തിയെന്ന് തോന്നുകയാണ്, ഇനി മതി പോയത് എന്ന് തോന്നുന്നു. ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുന്ന ഒരാൾ ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്നു, അമിതമായ ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെ ക്രമം തെറ്റിലാണ്. നിങ്ങളുടെ ഒരു ശീലമുണ്ട്. ആ ശീലം നിങ്ങളെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ആ ശീലം നിങ്ങൾ പെട്ടെന്ന് ക്രമം തെറ്റുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന അർത്ഥമുള്ളത്. ആത്മനിന്ദ മറ്റൊന്നാണ്. അവനവനെ കുറിച്ച് തന്നെ നമ്മളൊന്നും നന്നാവില്ല. ഞാൻ എത്രയോ കാലമായി കുടിക്കാത്ത ആളുകൾ ഇപ്പോഴും ആത്മനിന്ദ ചിലപ്പോൾ പുറത്തേക്ക് വരുന്നത് കാണാറുണ്ട്. ഇന്ന് ഈ രാജ്യം നന്നാവില്ല, ഒന്നിനുമില്ല. സ്വന്തം മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടുന്ന ആള് ലോകത്തിന്റെ മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചാൽ എന്തായിരിക്കും? അവനവനിലുമുള്ള മാറ്റം ഉണ്ടാക്കാൻ ആകാത്തവൻ എങ്ങനെയാണ് ലോകത്തിന് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുക? എന്നാൽ ലോകത്തിന്റെ മാറ്റത്തെക്കുറിച്ച് ആകുലനായിട്ടായിരിക്കും ഇപ്പോൾ നടന്നു പോവുക എന്നുള്ളത്. ഹെൽപ്ലെസ് ആയിട്ട് തീരുക മറ്റൊരു വിഡ്രോവൽ സിംറ്റമാണ്. ഇനിയൊന്നും നന്നാവില്ല, ഇനിയൊന്നും ഗുണം പിടിക്കൂല, കച്ചവടം ചെയ്തു പൊളിഞ്ഞ് ഉള്ള കാശൊക്കെ പോയി, അവൻ എന്നെ പറ്റിച്ചു, അവൾ എന്നെ ചതിച്ചു, ഭാര്യ ചീത്ത പറയുന്നു, ശകാരിക്കുന്നു, മക്കൾക്ക് എന്നെ പുച്ഛം, എല്ലാത്തിനോടുമുള്ള ഒരു തരത്തിലുള്ള ആത്മനിന്ദ തോന്നുകയും ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ആത്മാഭിമാനം കുറയുകയും ചെയ്യുക. ഞാൻ എന്ത് എന്നുള്ളതാണ് ആത്മാഭിമാനം. ഞാൻ എന്ത് എന്നുള്ള യാഥാർത്ഥ്യബോധത്തോട് കൂടിയിട്ടുള്ള നോട്ടമാണ് ആത്മാഭിമാനം. സെൽഫ് എസ്റ്റീം കുറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കതൊന്നും അറിയില്ല, മതി, ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഉണ്ടാവും. ലോ സെൽഫ് എസ്റ്റീമിലേക്കാണ് പോകുന്നത്. ലോ സെൽഫ് എസ്റ്റീമിലേക്ക് പോകുന്നവർക്ക് ലോ കോൺഫിഡൻസ് ആയിരിക്കും. സെൽഫ് കോൺഫിഡൻസ് കുറയും, ആത്മവിശ്വാസം കുറയും. ആത്മവിശ്വാസം കുറയുന്ന ആളുകൾ ആത്മനിന്ദ നടത്തും, അവനവനെ പറ്റി തന്നെ നിന്ദിക്കും. ഇത് മൂന്നും ഒരു രോഗമായിട്ട് വരുന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, കുടിക്കാനുള്ള പ്ലാൻ മനസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ആരെങ്കിലും സഹായിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ മുറിച്ചു മാറ്റും, മതി, വേണ്ട എന്ന് പറയും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിന് കൃത്യമായിട്ട് പോകുന്ന ആളാണെങ്കിൽ ഒരു കാരണവും കൂടാതെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിലെ പങ്കെടുക്കുന്നത് നിർത്തും. മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ മരുന്ന് നിർത്തും. ആൻഡ് അബ്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒന്നുണ്ട്. അത് അഗ്രസീവ് തെറാപ്പിയാണ്. നമ്മൾ മരുന്ന് കൊടുത്തിട്ട് കുടിക്കുന്ന ബോധം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. എല്ലാവർക്കും കൊടുക്കാറില്ല, ഞങ്ങളൊന്നും അത് പലപ്പോഴും കൊടുക്കാറില്ലാത്തൊരു മരുന്നാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരുന്ന് കൊടുക്കുമ്പോൾ സത്യവാങ്മൂലം എഴുതി ഉണ്ടാക്കുന്നുണ്ട്. മരുന്ന് കുടിക്കുകയും ഈ ഗുളിക കഴിക്കുകയും കുടിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കൂടും, തകരാറുണ്ടാകും. എവേർഷൻ തെറാപ്പി എന്നാണ് ഇതിന് പറയുന്നത്. എവേർഷൻ തെറാപ്പിയാണ്. എവേർഷൻ ഉണ്ടാക്കാനുള്ള മരുന്ന് കൊടുത്തിട്ട് ചിലർക്ക് അത് ആവശ്യമായിട്ട് വരാറുണ്ട്. പക്ഷേ എവേർഷൻ തെറാപ്പിയുടെ ആന്റിബ്യൂസ് കഴിക്കുന്ന ആളുകൾ, ഡയസൾഫ്രം കഴിക്കുന്ന ആളുകൾ ഒരു കാരണവും കൂടാതെ അത് നിർത്തും. എന്നിട്ട് പറയും ഇതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നൊക്കെ പറയും. ഇതിനൊരു സൈഡ് എഫക്ട്സും ഇല്ല. ചോറ് അധികം തിന്നാൽ സൈഡ് എഫക്ട്സ് ഉണ്ട്, കറി അധികം കൂടിയാൽ സൈഡ് എഫക്ട്സ് ഉണ്ട്, ഇറച്ചി കൂടുതൽ കൂട്ടിയാൽ സൈഡ് എഫക്ട്സ് ഉണ്ട്, പച്ചക്കറി വളം ചേർത്തിട്ടുണ്ടെങ്കിൽ സൈഡ് എഫക്ട്സ് ഉണ്ട്. അത്ര സൈഡ് എഫക്ട്സ് എന്തായാലും ഈ ആന്റിബയോട്ടിക് ഗുളികയ്ക്ക് ഇല്ല.
പക്ഷെ ഇയാള് പറയും ഇത് കണ്ടില്ല, എന്റെ മേലും കൈയും വേദന, എനിക്ക് ഉറക്കം നഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രൈ ഡ്രങ്ക് ആണ്. ഉറക്കം ക്രമം തെറ്റുന്നതും ഡ്രൈ ഡ്രങ്ക് ആണ്. സുഖമായിട്ട് കിടന്നുറങ്ങിയിരുന്ന ആള് ക്രമം തെറ്റുന്നുണ്ട്, കൂടെ ഉറക്കത്തിന്റെ ആളായി വരികയാണ്, ചിലപ്പം പകലുറങ്ങുന്നു. അതായത് ഈ ദൈനംദിന ജീവിതത്തിൽ ചിട്ട തെറ്റുന്നത് തന്നെ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു 20 എണ്ണങ്ങളെങ്കിലും ഞാൻ മനസ്സിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് ഏതാണ് ഒരാൾക്ക് വരിക? അത് സൈക്കോളജിസ്റ്റിനോ കൗൺസിലർക്കോ ചിലപ്പോൾ നിരീക്ഷിക്കുകയാണെങ്കിൽ മുന്നറിയിപ്പ് തരാൻ സാധിക്കും. ഇവിടെയാണ് കൗൺസിലിംഗ് സഹായിക്കുന്നത്. ഞാൻ ചിലരോട് പറയാറുണ്ട്, നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള 3 പ്രധാനപ്പെട്ട വിഡ്രോവൽ സിംറ്റംസ് ഇതാണ്. അപ്പോൾ ഇതിനെ നിങ്ങൾ നിയന്ത്രിക്കുക, ഇതിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഇത് നിങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യ പറയുമ്പോൾ നിങ്ങൾ കോപിക്കാതിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ 4 സ്റ്റേജ്. ചില ഒരാൾക്ക് ഒരൊറ്റ സിംറ്റംസ് കൊണ്ട് തന്നെ കുടിക്കാറുണ്ട്. ആ സിംറ്റംസ് കൂടുതൽ നേരം ഉണ്ടാകണമെന്നില്ല. വേറൊരു ചോദ്യം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഡ്രൈ ഡ്രങ്ക് സിംറ്റംസ് എത്ര കാലം വരും, എത്ര കാലം നിലനിൽക്കും? ഒരൊറ്റ ദിവസം കൊണ്ട് ഡ്രൈ ഡ്രങ്ക് സിംറ്റംസ് വന്നിട്ട് കുടിച്ച ആളുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ഡ്രങ്ക് സിംറ്റംസ് 13 കൊല്ലക്കാലം കൊണ്ടു നടന്നിട്ടുള്ള ആളെയും എനിക്കറിയാവുന്നതാണ്. ഡ്രൈ ഡ്രങ്ക് സിംറ്റംസ് കൊണ്ട് നടന്ന് മരിച്ച ആളിനെയും എനിക്കറിയാവുന്നതാണ്. പ്രകടമായ ഡ്രൈ ഡ്രങ്ക് സിംറ്റംസ് ആണ്. പാരമ്പര്യങ്ങളൊക്കെ തെറ്റിക്കുന്നുണ്ട്. ഡ്രൈ ഡ്രങ്ക് സിംറ്റം ആണ്. പക്ഷെ അയാളുടെ ഭാഗ്യത്തിന് അയാൾ കുടിച്ചിട്ടില്ല മരിക്കുന്നത് വരെ. ഇങ്ങനത്തെ ആളുകളെയും കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏത് ഡ്രൈ ഡ്രങ്ക് സിംറ്റംസുമാണ്, ഏത് അപായ സൂചനകളാണ് എന്നുള്ളത് അറിയില്ല, കൃത്യമായിട്ട് അറിയാൻ സാധ്യമല്ല അയാൾക്ക് എന്നർത്ഥം. അഥവാ ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യാതൊരു സംശയവുമില്ല, അയാൾ എത്രയും നേരത്തെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ സജീവമാവുകയോ അതിന്റെ പടികൾ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാൻ ശ്രമിക്കുകയോ ചെയ്യണം. അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണണം. ഒരു കൗൺസിലറെ കാണുന്നത് ഈ ഘട്ടത്തിൽ പലരെയും രക്ഷപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. മരിച്ചുപോയ രവിയേട്ടൻ ഡ്രൈ ഡ്രങ്ക് സിംറ്റംസ് വന്ന ഒരു ഘട്ടത്തിൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതുകൊണ്ട്, സാറിന്റെ മുറിയിൽ ഞാൻ കുറെ നേരം ഇരിക്കട്ടെ, എനിക്ക് വൈകുന്നേരം പിശാച് തലേ കയറുന്നുണ്ട്. നോക്കണേ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വളർച്ചയ്ക്ക് കേരളത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ആളാണ് ടി കെ രവീന്ദ്രൻ. ആ ടി കെ രവീന്ദ്രനാണ് പറഞ്ഞിട്ടുള്ളത്, എനിക്ക് കുറച്ചു നേരം സാറിന്റെ മുറിയിൽ, ഞാൻ എന്റെ മുറിയിൽ ഇരുന്നിട്ട് അധികം വർത്താനം പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും ഇരിക്കുവാനുള്ള അനുവാദവും ഞാൻ കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ദിവസങ്ങളോളം അദ്ദേഹം അതൊരു ചിട്ടയാക്കി മാറ്റുകയായിരുന്നു. ഡ്രൈ ഡ്രങ്ക് സിംറ്റംസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് എനിക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഉള്ളത് എന്നുള്ളത്, എന്തൊക്കെയാണ് എനിക്കുണ്ടാകാനുള്ള ഡ്രൈ ഡ്രങ്ക് സിംറ്റംസ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്പർശം, അതിന്റെ പാദസ്പർശം, പാദപതനം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രദ്ധ മാത്രമാണ് പിന്നീട് ആവശ്യമായി വരുന്നത്. ആൽക്കഹോളിക്ക് ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും കുടിച്ചാൽ എന്ത് എന്നുള്ള ഒരു തോന്നലിലേക്ക് പോകും. കുടിക്കുന്നത് അയാൾ സ്വപ്നം കാണാൻ തുടങ്ങും. കുടിക്കുന്നത് ഒളിപ്പിച്ചായിരിക്കാനുള്ള ആസൂത്രണങ്ങൾ അയാൾ നടത്തും. ഒരൊറ്റ തവണ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ അയാൾ പുനർപതനത്തിലേക്ക് പോകുന്നത് പൂർണ്ണമാകുന്നു. സ്ലിപ്പ്, വഴുതി വീഴുന്നു. ഇവിടെ ഏതൊക്കെയാണ് പുനർപതനം എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പുനർപതനം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുനർപതനത്തിന്റെ അപായ സൂചനകളെ കുറിച്ച് തിരിച്ചറിയുക. ഇത് ഒരു ആംബുലൻസ് പോകുന്നത് പോലെയാണ്, ഒരു ദുസ്സൂചനയാണ്. ചുവന്ന വെളിച്ചം മിന്നിക്കൊണ്ട് പോകുന്നു. ആ മിന്നുന്ന വെളിച്ചമാണ് നിങ്ങൾക്ക് റിലാപ്സിന്റെ അപായ സൂചനകൾ. അപായ സൂചനകൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയുക. എനിക്ക് വരാനിടയുള്ള അപായ സൂചനകൾ ഏതെന്ന് മനസ്സിലാക്കുക. അതിനാവശ്യമായ തരത്തിലുള്ള നിയന്ത്രണം വരുത്തണമെങ്കിൽ തനിക്ക് വരുന്ന സ്വഭാവമാറ്റം തിരിച്ചറിയണം. ദേഷ്യപ്പെടാതെ മറ്റുള്ളവർ ആ സ്വഭാവമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ അഭിമുഖീകരിക്കണം. നിങ്ങൾ പഴയ സ്വഭാവത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ, അപ്പോഴത്തേക്ക് ചാടി കീറി നീ എന്നാണ് എന്നെ അങ്ങനെ ആക്കുന്നത്, ഞാൻ പോയി കുടിക്കണമല്ലേ എന്നൊക്കെ പല്ലിരുമ്പി പറഞ്ഞ് മേശക്ക് 2 ഇടിയിടിച്ച് ഉറപ്പിച്ചോ, നിങ്ങളുടെ പുനർപതനത്തിന്റെ അപായ സൂചനകൾ വ്യക്തമാണ്. ദേഷ്യപ്പെടാതെ അഭിമുഖീകരിക്കുക. സ്വയം ന്യായീകരിക്കാതിരിക്കുക. പലരും ന്യായീകരിക്കാൻ തുടങ്ങും. അത് ഓഫീസിലുള്ള ജോലി കൊണ്ടാണ് ഞാനിപ്പോ രാത്രി വൈകുന്നത്, ഗൾഫിലുള്ള സുഹൃത്ത് വന്നാൽ കുറച്ചു നേരം അവന്റെ കൂടെ ഇരിക്കണ്ടേ, ഒക്കെ ന്യായങ്ങളാണ്.
അമിതമായ ന്യായങ്ങൾ പറയുമ്പോൾ ഓർക്കുക, നിങ്ങൾ ഇരുൾ ഗർത്തങ്ങളിലേക്കുള്ള സഞ്ചാരത്തിന്റെ ആരംഭം കുറിച്ചിരിക്കുന്നു എന്നുള്ളത്. ആറാമത്തത് സഹായം നിഷേധിക്കലാണ്. അതുകൊണ്ട് തന്നെ സഹായം സ്വീകരിക്കുക അപായ സൂചനയെ തടയുവാൻ സാധിക്കും. ഗെറ്റ് ഹെൽപ്പ് ഫ്രം അതേഴ്സ്. നിങ്ങൾക്ക് സഹായം നൽകാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗങ്ങളുണ്ട്. നിങ്ങൾക്ക് സഹായം നൽകാൻ നിങ്ങളുടെ ഭാര്യയുണ്ട്, നിങ്ങളുടെ മക്കളുണ്ട്. നിങ്ങൾക്ക് സഹായം നൽകാൻ ഒരു കൗൺസിലർ ഉണ്ട്. നിങ്ങൾക്ക് സഹായം നൽകാൻ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങൾ കാണുന്നവരിൽ പലർക്കും സാധിക്കും. അത് കണ്ടെത്തുക. ഏഴാമത്തത് മുൻകരുതൽ എടുക്കുക. എപ്പോഴും മുൻകരുതൽ എടുക്കുന്ന ആളിന് റിലാപ്സ് തടയാൻ സാധിക്കും. താൻ പണ്ട് നടന്ന വഴികളിലൂടെ നടന്നു പോകുന്നത് ആൽക്കഹോളിക് ആയതുകൊണ്ട് നല്ലതല്ല എന്ന് തിരിച്ചറിയുമ്പോൾ രക്ഷപ്പെടും. മദ്യാസക്തൻ കഴിയുന്നതും മദ്യശാലയുടെ അടുത്തുകൂടെ പോകാതിരിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എനിക്ക് ഒരൊറ്റ ആളിനെ ഇതിനൊരു വ്യത്യസ്തനായിട്ട് കണ്ടിട്ടുള്ളൂ, രവിയേട്ടൻ. മദ്യപാനശാലയുടെ പുറത്ത് പോയി നിൽക്കും, എന്നിട്ട് ഇറങ്ങി വരുമ്പോൾ തോളിൽ കൈയൊക്കെ ഇട്ടിട്ട് എടാ നമുക്ക് രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് ദീർഘകാലം അദ്ദേഹം അത് ചെയ്തിട്ടില്ല. മുൻകരുതൽ എടുക്കുന്നതാണ് നല്ലത്. എട്ടാമത്തത് ജീവിതത്തിന്റെ ശൈലിയിലുള്ള മാറ്റം വരുമ്പോൾ അത് തിരുത്തുക. എക്സസൈസസ് അല്ലെങ്കിൽ യോഗ, മെഡിറ്റേഷന്, ധ്യാനം, പ്രാർത്ഥന തുടങ്ങിയവയിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് പിടിച്ചു നിർത്തുക എന്നുള്ളത്. ഒന്നും ചെയ്യാതിരിക്കുന്നത് അപകട സൂചനയാണ്, അലസത. ഒമ്പതാമത്തത് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുക. ഈ തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റി ചെയ്യുക. പത്താമത്തത് ആൽക്കഹോളിക്സ് അനോണിമസിനെ അഭയം പ്രാപിക്കുക. ഈ 10 ശ്രദ്ധ വെക്കലുകളാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ പിന്മാറ്റ ഡ്രൈ ഡ്രങ്ക് അപായ സൂചനകൾ മനസ്സിലാക്കുക, വ്യവഹാരമാറ്റത്തിന്റെ ആരംഭം നിയന്ത്രിക്കുക, ദേഷ്യപ്പെടാതെ പുതുമാറ്റങ്ങൾ അഭിമുഖീകരിക്കുക, സ്വയം ന്യായീകരിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ സഹായം തേടുക, മുൻകരുതൽ എടുക്കുക, ഒന്നും ചെയ്യാതിരിക്കുന്ന അവസരങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുക തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിനുള്ള മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റ് നടത്താൻ സഹായിക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിനെ സമീപിക്കുക, അതിൽ കീഴടങ്ങുക. ആൽക്കഹോളിക്സ് അനോണിമസ് നിങ്ങൾക്ക് എന്ത് തരുന്നു? പുനർപതനത്തെ മനസ്സിലാക്കി തരുന്നു, മാറ്റം ബോധ്യപ്പെടുത്തുന്നു, ഇമോഷണൽ ബാലൻസ്, വൈകാരികമായ തുല്യത വെച്ച് പുലർത്തുവാൻ സാധിക്കുന്നു, യാഥാർത്ഥ്യബോധം ഉണ്ടാക്കി തീർക്കുന്നു, മറ്റുള്ളവരുടെ സഹായം നന്ദിയോടെ സ്വീകരിക്കുവാൻ പഠിപ്പിക്കുന്നു, മുൻകൂട്ടി തയ്യാറെടുപ്പ് നടത്തുവാനും മുൻകരുതൽ എടുക്കുവാനും പഠിപ്പിക്കുന്നു. നിങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയും തിരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ധ്യാനം, പ്രാർത്ഥന തുടങ്ങിയിരിക്കുന്ന ഘടകങ്ങളിൽ നിങ്ങൾ വ്യാപൃതരാകുന്നത് കൊണ്ട് ശുദ്ധി നിലനിർത്തുവാൻ സാധിക്കുന്നു. നിങ്ങൾ മറ്റൊരു മദ്യപാനിയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള സഹായം ചെയ്യുന്നത് കൊണ്ട് യാതൊരു സംശയമില്ല മദ്യപിക്കാതിരിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നു. കുടുംബാംഗങ്ങൾക്കും ചെയ്യാൻ സാധിക്കും. ഭർത്താവിന്, സഹോദരന് അല്ലെങ്കിൽ സഹോദരിക്ക്, ഭാര്യ കുടിയെത്തിയാണെങ്കിൽ ഭാര്യക്ക് സാധാരണ വരാനുള്ള അപായ സൂചനകൾ ഏതാണ്? ഡ്രൈ ഡ്രങ്ക് സിംറ്റംസ്. ഡ്രൈ ഡ്രങ്ക് സിംറ്റം എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് കുടിക്കുന്ന ഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പരാവർത്തനം ചെയ്യാം, ട്രാൻസ്ലേറ്റ് ചെയ്യാം. കുടിച്ചിട്ടില്ല, പക്ഷെ മനസ്സുകൊണ്ട് കുടിക്കുന്നതാണ്. ആ മനസ്സുകൊണ്ട് കുടിക്കുന്ന അവസരത്തിൽ വരുന്ന അപായ സൂചനകൾ ഭർത്താവിനോ സഹോദരനോ സഹോദരിക്കോ ഉള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കുക. അത് കൗൺസിലറിൽ നിന്ന് അറിഞ്ഞു വെച്ചിക്കുക ഉള്ളത്. അത് വരുമ്പോൾ അമിതമായ സംശയമോ ദേഷ്യമോ പെടാതെ ഭാര്യ, സഹോദരി അതിനെ അഭിമുഖീകരിക്കാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ കൂടുതൽ ശ്രദ്ധ വെച്ച് പുലർത്തുക, കുറ്റപ്പെടുത്തലുകൾ നിർത്തുക, കൂടുതൽ സമയം അമിത മദ്യാസക്തനോടൊപ്പം ചെലവഴിക്കാൻ ശ്രമിക്കുക. കൊച്ചുകുട്ടിയെപ്പോലെ അമിത മദ്യാസക്തയെ കണക്കാക്കാതിരിക്കുക. കഴിയുന്നത്ര രോഗമാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് കൂട്ടുനിൽക്കുക. സാധിക്കുമെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിലേക്കുള്ള യാത്ര സുഗമമാക്കുവാൻ പ്രേരണ ചൊരിത്തിക്കൊണ്ടേയിരിക്കുക. ഒപ്പം തന്നെ ആവശ്യമാണെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ കൗൺസിലറുടെ അടുത്തേക്ക് എത്തിക്കുക. ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് കുടുംബാംഗങ്ങൾ ചെയ്യേണ്ടത് എന്നർത്ഥം. ഞാൻ ഒരിക്കൽ കൂടി കുടുംബാംഗങ്ങൾ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്.
നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താം. ഒന്ന്, ഒരാൾക്ക് വരാനിരിക്കുന്ന അപായ സൂചനകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുവാൻ ശ്രമം നടത്തുക. അപായ സൂചനകൾ വന്നാലുണ്ടാകുന്ന വ്യവഹാരപരമായ മാറ്റം, ബിഹേവിയറലായ മാറ്റം എന്ത് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരാളിനെ എങ്ങനെയുള്ളത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അനുസരിച്ച് പെരുമാറേണ്ട രീതികൾ സ്വയം വശമാക്കുക. കുറ്റപ്പെടുത്താതിരിക്കുക, പരിഹസിക്കാതിരിക്കുക, ആപൽ ശങ്കകൾ വെച്ച് പുലർത്താതെ അഭിമുഖീകരിക്കുക, നിങ്ങളുടെ പ്രോബ്ലംസുമായിട്ട് അതിനോട് കൂട്ടിക്കൊടുക്കാതിരിക്കുക. ഭാര്യയ്ക്കും ഉണ്ടാവും പല പ്രോബ്ലംസ്. ആ പ്രോബ്ലത്തെയൊക്കെ ഭർത്താവിന്റെ അമിതമത്യാസക്തിയുമായിട്ട് കൂട്ടിക്കൊടുക്കാതിരിക്കുക. കൂടുതൽ സമയം ചെലവഴിക്കുക. കൂടുതൽ നേരം അമിതമത്യാസക്തം പറയുന്നത് ശ്രദ്ധയോടുകൂടെ കേട്ട് ഗ്രഹിക്കുവാൻ ശ്രമിക്കുക. യാതൊരു സംശയമില്ല, ഇത് രോഗമായതുകൊണ്ട് ചികിത്സകർ വേണം എന്നുള്ളത് തോന്നൽ നിർബന്ധമായിട്ടും ഉണ്ടാകണം. കൗൺസിലറുടെ അടുത്തേക്ക് എത്തിക്കുക. അമിതമായ വിശ്വാസം, പ്രതീക്ഷ വെച്ച് പുലർത്താതിരിക്കുക. ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് എത്തിക്കുക. ഇതാണ് കുടുംബാംഗങ്ങൾക്ക് ചെയ്യാനുള്ളത്. അമിതമദ്യാസക്തി ഈ തരത്തിലുള്ള ഒരു രോഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ അഭിമുഖീകരിക്കാനുള്ള വഴികളും ആൽക്കഹോളിക്സ് അനോണിമസ് പറഞ്ഞു തരുന്നുണ്ട്. എയുടെ ഗ്രന്ഥങ്ങൾ, എയുടെ ലഘുലേഖകൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. 12 പടികൾ സ്വാംശീകരിക്കുന്നത് റിലാപ്സ് തടയുന്നതിന് സഹായിക്കുന്ന ഏറ്റവും വലിയ മാർഗമാണ്. താൻ ദുർബലനും ശക്തിയില്ലാത്തവനും ആണ്, അശക്തനുമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആ അശക്തി അഥവാ ശക്തി ബലക്ഷയം അഭിമുഖീകരിക്കുവാൻ പുതിയ മാർഗങ്ങൾ വേണമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. വിനയത്തോടുകൂടി ദൈവത്തിന്, താൻ കണ്ടെത്തുന്ന ദൈവത്തിന് കീഴടങ്ങുക. ദൈവത്തിന് മുന്നിലുള്ള സ്വയം സമർപ്പണം ഒന്നുകൂടി നടത്തുക. ഏറ്റുപറയുക. മറ്റൊരാളോടും കൂടി ഏറ്റുപറയുക എന്നുള്ളത് പിന്നീട് പറയുന്നുണ്ട്. അവനവനോട് സത്യസന്ധത വെച്ച് പുലർത്തുക. ആരെങ്കിലും അവനവനെ കുറിച്ചിട്ടുള്ള, തങ്ങളെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയുമ്പോൾ പ്രകോപിതരാകാതിരിക്കുക. യാഥാർത്ഥ്യബോധത്തോടുകൂടെ ജീവിതത്തെ കാണുക. സുതാര്യത വെച്ച് പുലർത്തുക. എനിക്ക് ഈ ഓരോരോ വാചകം വേണമെങ്കിൽ ഓരോന്നിനും 10 മിനിറ്റെങ്കിലും സമയം തന്നാൽ വിശദീകരിക്കാൻ സാധിക്കും. ആശ്രയത്വം അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് ആ ആശ്രയത്വം നിലനിർത്തുക. ഒരാൾ മദ്യാസക്തനാണോ എന്ന് തീരുമാനിക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ്. ആദ്യം അയാൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നത് കൊണ്ട് കീഴടങ്ങലാണ് പ്രധാനമെന്ന് മനസ്സിലാക്കുക. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. 24 മണിക്കൂർ ജീവിക്കുക. അതാണ് ഇതിനൊരു വലിയ പാഠമാണത്. ഞാനിപ്പോൾ പലർക്കും കൊടുക്കുന്നു, ഒരു ദിവസം കുടിക്കാതിരിക്കുക, നിങ്ങള് അടുത്ത ദിവസം വീണ്ടും കുടിക്കാതിരിക്കുക. 24 hours പ്രോഗ്രാം. നിങ്ങൾക്ക് ജീവിതകാലം മുഴുക്കെ കുടിക്കാതിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ ഒരു ദിവസം കുടിക്കാതിരിക്കുക. ആ 24 മണിക്കൂർ ഞാൻ കുടിക്കുകയില്ല എന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അവനവനോട് പ്രതിജ്ഞ ചെയ്യുക. അത് നടപ്പിൽ വരുത്തുക. ഉറങ്ങാൻ നേരത്ത് നിങ്ങളോട് പറയുക, ഞാൻ ഭാഗ്യവാനാണ്, ഞാൻ ഇന്ന് കുടിച്ചിട്ടില്ല. ദൈവത്തിനും ആൽക്കഹോളിക്സ് അനോണിമസിനും ഞാൻ നന്ദിയുള്ളവനാണ്. അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ വീണ്ടും പറയുക, ഈ 24 മണിക്കൂർ ഞാൻ കുടിക്കുകയില്ല. ഓരോ 24 മണിക്കൂറുകളിൽ നിന്നാണ് ഒരാഴ്ചയോ ഒരു മാസമോ ഒരു കൊല്ലമോ 25 കൊല്ലമോ 27 കൊല്ലമോ ഉണ്ടാകുന്നത്. ഓരോരോ ദിവസത്തിലും നടത്തുന്ന ഈ അവനവനോടുള്ള പ്രതിജ്ഞയും നടപ്പിൽ വരുത്തുവാനുള്ള ശ്രമം ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആൾ ജീവിക്കുന്നു, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുന്നു. മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കാത്ത കാലമാണ് മദ്യപാനാസക്തിയുടെ കാലം. മറ്റുള്ളവരുടെ ജീവിതം താറുമാറാക്കിയ കാലമാണ് മദ്യാസക്തിയുടെ കാലം, കുടിക്കുന്ന കാലം. മറ്റുള്ളവരുടെ ജീവിതത്തെ പുച്ഛമായി എടുത്തുകൊണ്ട് ദ്രോഹങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ളതാണ് അമിത മദ്യാസക്തിയുടെ കാലം. മദ്യാസക്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത് ജീവിക്കുവാനും മറ്റുള്ളവരെ ജീവിക്കുവാൻ അനുവദിക്കുക എന്നതുമാണ്. അത് സാധ്യമാകണമെങ്കിൽ പുനർപതനത്തിന്റെ മാർഗങ്ങൾ തിരിച്ചറിഞ്ഞ് പുനർപതനത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കി പുനർപതനത്തെ നിയന്ത്രണ വിധേയമാക്കുവാനുള്ള കൂരമ്പുകൾ കയ്യിൽ കരുതി, ആയുധങ്ങൾ കയ്യിൽ കരുതി സ്വസ്ഥതയുടെ മാർഗം പോകുക എന്നുള്ളതാണ്. ഈ ആയുധങ്ങൾ മറ്റുള്ളവരെ നശിപ്പിക്കാനല്ല, മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ളതാണ്.
ഇത് അതുകൊണ്ട് തന്നെ സ്വാസ്ഥ്യത്തിന്റെയും സമാധാനത്തിന്റെയും ആയുധമാണ്. സ്വാസ്ഥ്യത്തിന്റെയും സമാധാനത്തിന്റെയും ആയുധമായ ആൽക്കഹോളിക്സ് അനോണിമസ് നിങ്ങൾക്ക് ജീവിതത്തിൽ പുനർപതനത്തെ അഭിമുഖീകരിക്കുവാനും നിയന്ത്രിക്കുവാനും അത് മാനേജ് ചെയ്യുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.